അല്ല കൊട്ട വെയിലുണ്ട്. 366 ദിവസവും കംപ്ലൈന്റ്. CB ഡ്രോപ്പ് ചെയ്താണ് പ്രവീണിന് ജോലി കിട്ടും കേട്ടോ. ഹൈ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എവിടെ നോക്കിയാലും ആലാണ്. നമ്മൾ രണ്ടോടും ഒരുമിച്ചിറങ്ങി ജോലിക്ക്. ഒരുമിച്ചിറങ്ങാൻ കാരണം എന്താ? ഒരുമിച്ചിറങ്ങാൻ കാരണം എൻ്റെ സൈക്കിള് കേടായി. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിറങ്ങി നടന്നു പോവാം എന്ന് വിചാരിച്ചു. നമുക്ക് രണ്ടുപേർക്കും ഒരേ രീതിയിലാണ് ക്രോസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുവരെ നമുക്ക് നടക്കാം. നല്ല കൊട്ട വെയിലുണ്ട്. അതിനെന്ത് പറയുന്നത്? കൊട്ട വെയിലോ കൊട്ടൻ വെയിലോ? എന്ത് വന്നാലും നല്ല വെയിലുണ്ട്. വെയിൽ ഉണ്ട്, ചൂടുണ്ട്. നല്ല ചൂട്. ഞാൻ പിന്നെ കുട എടുത്തിട്ടുണ്ട്. ഇവന് കുട ഇഷ്ടമല്ല. ആമ്പിള്ളേരൊന്നും കുട പിടിച്ചോണ്ട് നടക്കല് നാണക്കേടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആമ്പിള്ളേർ കുട പിടിക്കത്തില്ലയോ എന്ന് എന്നോടൊന്ന് പറയണം. എന്നിട്ട് വേണം ഇവനൊരു കുട മേടിച്ചെടുക്കാം. നല്ല വെയിലും നല്ല ക്ലിയർ, നല്ല തെളിഞ്ഞ ആകാശം. ഇന്ന് നടക്കാൻ മെയിൻ കാരണം സൈക്കിൾ ഒരു 365 ദിവസം ഉണ്ടെങ്കിൽ 366 ദിവസവും കംപ്ലൈന്റ്. സൈക്കിൾ ശരിയാക്കിയപ്പോൾ അതിന്റെ ബാറ്ററി പോയി. അപ്പൊ പിന്നെ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ നടക്കണം. ഞാൻ മിക്കവാറും കരയും. സോ നമുക്ക് കുട പിടിക്കും. നല്ല മരം വേണ്ട, അവിടെ വലിയൊരു മരമുണ്ട്. ഞാൻ ഇന്നും ഇതുവഴിയാണ് വരുന്നത്. അപ്പോൾ അത് കാണാൻ നല്ല രസമാട്ടോ. പ്രേതമരം. എന്ത് മരമാണ് നട്ടത്? നെല്ലിയുടെ ഇല പോലൊക്കെ ഇരിക്കും, പക്ഷെ നെല്ലിയല്ല അത്. കാരണം ഇത്രയും വലുതായിട്ട് അത് പൂത്തിട്ടില്ലല്ലോ. റോഡ് കഴിഞ്ഞാൽ കണ്ട ഇവിടെ എല്ലാം വെയർ ഹൗസുകളാണ്. എന്നോട് ജോലി ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ വേക്കൻസിയെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇവിടെയുള്ള ആൾക്കാരൊക്കെ മെസ്സേജ് ഞാൻ പറയും, ഈ റോഡൊന്ന് നാഷണൽ പെയിൻറ്റിംഗ് റോഡ് ക്രോസ് ചെയ്ത് ഇപ്പം എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് വെയർ ഹൗസുകളാണ്. അവിടെയൊക്കെ CB ഒക്കെ ഡ്രോപ്പ് ചെയ്യണം. CB ഡ്രോപ്പ് ചെയ്താണ് പ്രവീണിന് ജോലി കിട്ടും കേട്ടോ. അപ്പോൾ ചിലർ പറയും CB ഡ്രോപ്പ് ചെയ്തിട്ട് കാര്യമില്ലെന്നാണ്. കാരണം നമ്മളൊരു കാര്യം നോക്കിക്കേ, നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക, എല്ലായിടത്തും രാവിലെ അപ്ലൈ ചെയ്തു, ഒക്കെ ശരിയാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക, കോളൊന്നും വരുന്നില്ല. അപ്പം മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കോള് വരുന്നില്ലെന്നാണ് പറയുന്നത്. ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങിയിട്ട് CB ഡ്രോപ്പ് ചെയ്യുന്നത് നല്ലൊരു ഇതാണെന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ CB ഡ്രോപ്പ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എനിക്കറിയാൻ പാടില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പം അങ്ങനെ കോണ്ടാക്ട്സ് ഒക്കെ കിട്ടുക, അങ്ങനെ മലയാളികളാണല്ലോ എല്ലായിടത്തും ഉള്ളത്. അങ്ങനെ അപ്പോൾ ഇവിടെ നോക്കിയാൽ എങ്ങോട്ട് തിരിഞ്ഞാലും കമ്പനികളാണ്. ഇവിടെ ഫുള്ള് വെയർ ഹൗസുകളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ മെയിൻ ഓഫീസുകളായിരിക്കും ചിലതൊക്കെ. ചില അങ്ങനെ കോണ്ടാക്ട്സും ഡീറ്റെയിൽസും എടുക്കുക, CB ഡ്രോപ്പ് ചെയ്യാം, അങ്ങനെയൊക്കെ ജോലിയൊക്കെ കിട്ടും. നോക്കാം, ഒരു സ്റ്റാർട്ടിങ് ആയിട്ട് നോക്കുന്ന ആൾക്കാർ. കണ്ട ആൽമരം ആൽമരമൊക്കെ നടന്നപ്പോൾ എനിക്ക് ശ്വാസം മുട്ടി. സാധാരണ നമ്മൾ എന്താ പറയുന്നത്, ഇവിടെയൊക്കെ നമ്മൾ ഈന്തപ്പനയൊക്കെ അല്ലേ കാണുന്നത്. ഞാനിവിടെ വന്ന് ഈന്തപ്പന കണ്ടിട്ടുള്ളത് ദുബായ് സൈഡിലൊക്കെ ഉള്ളു. മീൻസ് ഇവിടെ കാണും, പക്ഷെ ഞങ്ങളുടെ ഇവിടെ ഈന്തപ്പനയില്ല. ആലും അങ്ങനെ കുറേ അരളി അതൊക്കെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എന്താണ് ഈന്തപ്പന ഇല്ലാത്ത? അതിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കണം. എന്തായിരിക്കും ഇവിടെ ഇനി ഈന്തപ്പന വളരത്തില്ല, എന്തിനോ മുടി അമ്മച്ചിക്കെട്ട് കെട്ട്. പക്ഷെ അമ്മച്ചിക്കെട്ട് കെട്ടിയാൽ മതി, അത് പൊക്കി. അയ്യോ, ഇവിടെ ഒരു ലേബർ ക്യാമ്പുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞത് പുള്ളി ഒരുപാട് പുതിനല്ല എന്തൊക്കെയോ വെജിറ്റബിൾസ് ഒക്കെ നടുന്നുണ്ട്. മുരിങ്ങ എല്ലാം കരിഞ്ഞു പോയി. ചൂട് കാരണം എല്ലാം കരിഞ്ഞു പോയി. പുള്ളി എന്തിനൊക്കെ നട്ടയാന്ന് തോന്നുന്നു. നടക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും അവധിയൊക്കെ ആയിരിക്കും സാറ്റർഡേ ചിലപ്പോൾ. പിന്നെ എല്ലാവരും കാറിലൊക്കെ പോകും.
അവൻ ഞാൻ മാത്രം നടരാജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ട് വിശാലമായ ഷോറൂം ആരുമില്ല. അതുകൊണ്ട് നമുക്കിങ്ങനെ കാര്യം പറഞ്ഞൊക്കെ പോവാം. ആരും ചോദിക്കില്ല. ആരും ചോദിക്കാനാ? അല്ല, ഇവിടെ ആരും ആരെ പറ്റിയിട്ട് ഒന്നും ചോദിക്കത്തില്ല. എല്ലാവരും അവനവൻ്റെ കാര്യം. അല്ലാണ്ട് അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ചൂടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ അമ്മച്ചിക്കെട്ടൊക്കെ കെട്ടിയിരിക്കുകയാണ്. ചൂട്. എൻ്റെ മുടി കണ്ടാൽ നിങ്ങൾക്കറിയാം എത്രത്തോളം വിയർപ്പ് പിഴിഞ്ഞെടുക്കുന്ന മുടി. എന്തൊരു ചൂടാ. നമുക്കിനി ഇവിടെ വെയിറ്റ് ചെയ്യാം. അവരിപ്പോൾ വരും. എൻ്റെ കൂടെ ഒരു പയ്യനുണ്ട് ജോലി ചെയ്യാൻ കേട്ടോ. അവന് നമ്മൾ എന്തെങ്കിലും ജോബ് റിലേറ്റഡ് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ആരും അറിയാണ്ട് അവനെ ഹെൽപ്പ് ചെയ്യണം. പക്ഷെ നോക്കിക്കേ, ഇന്ന് അവന് നേരത്തെ, ഇന്ന് നമുക്ക് 9:30 വരെ സമയമുണ്ട്. ഓഫീസിൽ ചെന്നാൽ മതി. ഒരു 9-8:30 ആയപ്പോൾ ഞാൻ ഇവനെ വിളിച്ചിട്ട് ഇവന് വരാൻ വയ്യ. ഇവൻ പറയാണ് പഞ്ച് ചെയ്യണം, വേറെ ആളെ വിളിക്കുക. വേറെ ആൾക്കാരെ വിളിച്ചപ്പോൾ എല്ലാവരും സാറ്റർഡേ ആയതുകൊണ്ട് വീട്ടിൽ ഉറങ്ങുന്നതേ ഉള്ളൂ. അതാണ് പറയുന്നത്. അവനവൻ്റെ ആവശ്യത്തിന് നമ്മളോട് ഹെൽപ്പ് ചോദിക്കും നമ്മൾ. ഇനി ആട്ടെ, നമ്മക്കും വരും. ഹൈ, കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എവിടെ നോക്കിയാലും ആലാണ്. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം. ഇവിടെ അമ്പലം ഇല്ലെങ്കിലും അച്ചാറ് കമ്പനിയൊക്കെ ഉണ്ട്. എന്നെ കണ്ട ഓഫീസിൻ്റെ സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ. ഇത് മരമല്ലേ, ഇതെന്തൊരു ചെടി? അല്ലാണ്ട് ഇതിന് പൂവൊക്കെ ഉണ്ട്, പൂവും കായും ഒക്കെ ഉണ്ട്. ഇതെന്താണ്? ഇതാണ് ഇതിൻ്റെ കാ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു കൊളീഗ് പറഞ്ഞു ലൊക്കേഷൻ അയക്ക്. പുള്ളി ഡെലിവറിക്ക് പോയതാണ്. ലൊക്കേഷൻ അയക്ക്, ഞാൻ വരും പിക്ക് ചെയ്യാൻ. സാറില്ല, ഓഫീസിൽ ഞാൻ പറഞ്ഞോളാം. നമ്മൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല ഗൈസ്. ഈ ചൂടത്ത് ഞാൻ വെളിയിൽ. നമ്മുടെ ഓഫീസിലെത്തി. കണ്ടോ, ഹരിതാവും പച്ചപ്പും ഉള്ളതാണ് നമ്മുടെ ഓഫീസ്. നമുക്ക് വർക്ക് ചെയ്തിട്ട് വൈകിട്ട് കാണാം. അപ്പോൾ എത്രയേ ഉള്ളൂ ഗൈസ്. ഇതായിരുന്നു എൻ്റെ ട്രാജഡി ആയിട്ടുള്ളൊരു വ്ളോഗ്. എത്രയേ ഉള്ളൂ. ചാച്ച ബൈ ബൈ. ലൈക്ക് ചെയ്യാനുള്ളൊരു സബ് ചെയ്യാനുള്ളൊരു എല്ലാം ചെയ്യണം ഗൈസ്. ബൈ.